നമസ്കാരം, ഇൻഫോടൈൻമെന്റിലേക്ക് അവർക്കും സ്വാഗതം. +1 പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 വേർഡ് ക്വസ്റ്റ്യനും അവയുടെ ആൻസറുകളും ഡിസ്കസ് ചെയ്യുന്ന 2 സെക്ഷനായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നതിലെ ആദ്യത്തെ സെക്ഷനാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഉപജ്ഞാതാവ് സി റീഡ് മിൽസ് ആണ്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഓഗസ്റ്റ് കോംറ്റ് ആണ്. സോഷ്യോളജിയുടെ സെക്കൻഡ് ഫൗണ്ടിങ് ഫാദറായിട്ട് സാധാരണ രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് ഹെർബർട്ട് സ്പെൻസറിനെയാണ്. പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ എമിൽ ഡർക്കിമിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോഷ്യോളജി ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത സോഷ്യോളജിസ്റ്റാണ് എമിൽ ഡർക്കിം. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് സ്ഥാപനവൽക്കരിക്കപ്പെടുക. അതുപോലെ തന്നെ നാച്ചുറൽ എവല്യൂഷൻ്റെ പിതാവാണ് ചാൾസ് ഡാർവിൻ എങ്കിൽ സോഷ്യൽ എവല്യൂഷൻ്റെ പിതാവാണ് ഹെർബർട്ട് സ്പെൻസർ. ഓർഗാനിക് അനലോജി അദ്ദേഹത്തിൻ്റെ തിയറിയാണ്. ബയോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിലാണ് എവല്യൂഷൻ തിയറിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് സയൻസ് ആണ് സോഷ്യൽ ആന്ത്രപ്പോളജി. ദ ഹൈബ്രിഡ് സയൻസ് ഫോംഡ് ബൈ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതായത് പൊളിറ്റിക്സും സോഷ്യോളജിയും ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് സയൻസ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതുപോലെ തന്നെ സോഷ്യോളജിയും സൈക്കോളജിയും ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് സയൻസ് ആണ് സോഷ്യൽ സൈക്കോളജി. ദ സൂയിസൈഡ് എന്ന് പറയുന്നത് എമിൽ ഡർക്കിമിൻ്റെ ബുക്കാണ്, അദ്ദേഹത്തിൻ്റെ പഠനമാണ്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആർ ടിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് A.L. ക്രോബർ ആണ്. സൈക്കോളജി എക്സ്പെരിമെന്റ്സിൽ കൂടെ പഠിച്ചു പോകുമ്പോൾ സോഷ്യോളജി പ്രധാനമായും ഫീൽഡ് വർക്ക് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, സർവേ ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ചിന് എക്സാമ്പിളാണ് എമിൽ ഡർക്കിം എങ്കിൽ കോൺഫ്ലിക്ട് തിയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ മാക്സിനെ പോലെയുള്ളവർ. ക്വാസി ഗ്രൂപ്പ് ഈസ് ഓൾസോ നോൺ ആസ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, എക്സാമ്പിൾ മോബ്, ക്രൗഡ് എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, ഇൻഫർമേഷൻ, ട്രഡീഷനും ആയിട്ടുള്ള വീഡിയോ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും എനേബിൾ ചെയ്യണമേ. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് വാസ് ഫോംഡ് ബൈ W.G. സംനർ. പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് വാസ് ഫോംഡ് ബൈ C.H. കൂലി. ഫീൽഡ് വർക്കിൽ രാംപുരയെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ M.N. ശ്രീനിവാസാണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് റിമംബേർഡ് വില്ലേജ് ആണ്. വർണ്ണ സിസ്റ്റത്തിൽ 5th വർണ്ണ ഈസ് കൺസിഡേർഡ് ആസ് പഞ്ചമാസ്, ഓൾസോ നോൺ ആസ് ഔട്ട്കാസ്റ്റേഴ്സ്. പഞ്ചമാസ് ഔട്ട്കാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ കൺഫർമേഷന് ഓപ്പോസിറ്റ് ആണ് ഡീവിയൻസ്. അതായത് സാമൂഹ്യ രീതികളിൽ നിന്നും വ്യതിചലിച്ചു പോവുക, അതാണ് ഡീവിയൻസ്. എക്സാമ്പിൾ ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ, ഗുണ്ടകൾ, അങ്ങനെയൊക്കെയുള്ളവർ. കുടുംബത്തെ സംബന്ധിച്ച് ഭർത്താവിന് ഒരു ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷനും അതേസമയം ഭാര്യയ്ക്ക് ഒരു ഇമോഷണൽ ഫംഗ്ഷനും, അതായത് സജീവ ധർമ്മം ഭർത്താവിനും വൈകാരിക ധർമ്മം ഭാര്യയ്ക്കുമുണ്ടെന്ന് പറയപ്പെടുന്നു. വൺ സ്പൗസ് അറ്റ് എ ടൈം ഈസ് മോണോഗമി, മോർ ദാൻ വൺ സ്പൗസ് അറ്റ് എ ടൈം ഈസ് പോളിഗമി. പോളിഗിനി മീൻസ് വൺ ഹസ്ബൻഡ് വിത്ത് മെനി വൈഫ് അറ്റ് ദ സെയിം ടൈം. പോളിയാൻഡ്രി മീൻസ് വൺ wife with many husbands at the same time. Marriage within the group is endogamy. Marriage outside the group is exogamy. Related through blood relation and marital relation is kinship. Here, related through blood relation is affinal kinship, consanguineous kinship, while related through marital relation is affinal kinship. അതുപോലെ തന്നെ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, ദ ഫാമിലി ടു വിച്ച് എ പേഴ്സൺ ബിലോങ് ബൈ ബർത്ത്. ജന്മം കൊണ്ട് അംഗമാകുന്ന ഫാമിലിയാണ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. ദ ഫാമിലി വിച്ച് ഹി കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ മാരേജ്. വിവാഹം മൂലം സന്താന ഉൽപാദനത്തിന് വേണ്ടി ഫോം ചെയ്യുന്ന ഫാമിലിയാണ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഉപജ്ഞാതാവായിട്ട് വേണമെങ്കിൽ എമിൽ ഡർക്കിമിനെ കൺസിഡർ ചെയ്യാം. മോഡേൺ ഫോംസ് ഓഫ് വർക്ക് ഈസ് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. പൊളിറ്റിക്സ് ഡീൽസ് വിത്ത് പവർ ആൻഡ് അതോറിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. അതോറിറ്റി റെഫേഴ്സ് ടു ലെജിറ്റിമേറ്റ് പവർ. നിയമവിധേയമായ പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അൻ ഏരിയ ഈസ് സെറ്റ് ടു ബി സ്റ്റേറ്റ് ഇഫ് ഇറ്റ് ഹാസ് എ ഫങ്ഷനിങ് ഗവൺമെന്റ്. പ്രവർത്തന നിരതമായ ഗവൺമെന്റ് ഉള്ള ഒരു പ്രദേശത്തെയാണ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് മീൻസ് ബ്യൂറോക്രാറ്റ്സ് പ്ലസ് എലക്റ്റഡ് മെമ്പേഴ്സ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഗവൺമെന്റ്. ഒറിജിൻ ഓഫ് റിലീജിയൻ ഈസ് മെയിൻലി ഫ്രം ഫിയർ ഓഫ് ഗോഡ്, ഫിയർ ഓഫ് സ്പിരിറ്റ്, fear of uncertainty. The Protestant ethics and spirit of capitalism is a major work by Max Weber. Main issues in education is dropout and stagnation. Best type of education is non-formal education. കൾച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റാണ് ആന്ത്രപ്പോളജിസ്റ്റാണ് എഡ്വേർഡ് ടൈലർ, E.B. ടൈലർ. ആൽഫ്രഡ് ക്രോബറിന്റെ ബുക്കാണ് ക്രിട്ടിക്കൽ റിവ്യൂ കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. കൾച്ചറുമായി ബന്ധപ്പെട്ട് വാൾട്ടർ ഒങ്ങിന്റെ ബുക്കാണ് ഒറാലിറ്റി ആൻഡ് ലിറ്ററസി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ലോർഡ് മെക്കാളെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വർക്കാണ് മിൻസ് ഓൺ എഡ്യൂക്കേഷൻ മിൻസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പേരിലാണ്. സോഷ്യലൈസേഷൻ ഈസ് ദ
ലേണിംഗ് ഓഫ് കൺഫർമേഷൻ ടു ദി നോംസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നിയമങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ. കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു സെൽഫ് റിഫ്ലക്സിവിറ്റിയുടെ യൂസുകൾ എന്തൊക്കെയാണെന്നുള്ള ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഈ റിസർച്ചിനെ സംബന്ധിച്ച് റിസർച്ചിൻ്റെ ബയാസ് ഒഴിവാക്കാനും അതിൽ ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാനും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി കൂടുതൽ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സെൽഫ് റിഫ്ലക്സിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പഠനം കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. റിസർച്ച് സ്റ്റഡി യൂസിങ് മോർ ദാൻ വൺ മെത്തഡോളജി ഈസ് നോൺ ആസ് ട്രയാങ്കുലേഷൻ, ത്രികോണ മാപനം. അതുപോലെ തന്നെ സ്മോൾ റിസർച്ച് സ്റ്റഡിയാണ് മൈക്രോ റിസർച്ച്, ലാർജ് റിസർച്ച് സ്റ്റഡിയാണ് മാക്രോ റിസർച്ച്. റിസർച്ചുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഹാൻഡ് കളക്റ്റഡ് ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ, സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഡേറ്റ കളക്റ്റഡ് ബൈ സംബഡി എൽസ് അതാണ് സെക്കൻഡറി ഡേറ്റ. റിസർച്ചുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാവുന്ന വേരിയബിൾസിനെ ഉപയോഗിച്ച് പഠിക്കുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേസമയം നോൺ ക്വാണ്ടിറ്റി, അതായത് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ക്വാളിറ്റി ആയിട്ട് പറയുന്ന വേരിയബിൾസിനെ ഉപയോഗിച്ചുള്ള പഠനമാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന് എക്സാമ്പിളാണ് നിറം, അല്ലെങ്കിൽ ഗുണം, നല്ലത്, ചീത്ത, ട്രൂ, ഫോൾസ്, അങ്ങനെയൊക്കെ വരുന്ന വേരിയബിൾസ്. ദ ഗോൾഡൻ ബൗ എന്ന് പറയുന്ന ബുക്ക് ജെയിംസ് ഫ്രേസറിൻ്റെയാണ്. അതുപോലെ തന്നെ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീൽഡ് വർക്കിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ബ്രോണിസ്ലോ മലിനോസ്കിയാണ്. ആന്ത്രപ്പോളജിയിൽ ഫീൽഡ് വർക്കിൽ പ്രധാനമായ ആന്ത്രപ്പോളജിയിൽ ഫാമിലി ട്രീ, അതുപോലെ തന്നെ ജീനിയോളജി ഇവയൊക്കെ വിശകലനം ചെയ്യാറുണ്ട്. ഇൻ റിസർച്ച് ദ പേഴ്സൺ ഹു ഗീവ്സ് ഇൻഫർമേഷൻസ് ഈസ് നോൺ ആസ് ഇൻഫോർമൻറ്റ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഇൻഫോർമൻറ്റ്, വിവരങ്ങൾ നൽകുന്ന വ്യക്തികളെ പറയുന്ന പേരാണ്. അതുപോലെ തന്നെ ഫീൽഡ് വർക്കിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മാച്ച് ദ ഫോളോയിങ്സിലോ വൺ വേർഡിലോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റാഡ്ക്ലിഫ് ബ്രൗൺ ഫീൽഡ് വർക്ക് നടത്തിയ സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇവാൻ പ്രിച്ചാർഡ് ഫീൽഡ് വർക്ക് നടത്തിയ സ്ഥലമാണ് ന്യൂവർ. ഫ്രാൻസ് ബോസ് വിവിധ അമേരിക്കൻ ഗോത്രങ്ങളിൽ, മാർഗരറ്റ് മീഡ് സമോവയിൽ, ക്ലിഫോർഡ് ഗിൽസ് ബാലി. ചില പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നീട് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് വില്യം ഫ്രൂട്ട് വെയ്റ്റിന്റെ ഗ്രന്ഥം സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. വില്യം ഫ്രൂട്ട് വെയ്റ്റിന്റെ ഫീൽഡ് വർക്ക് ചിക്കാഗോയിലെ ഫാക്ടറിയിൽ തൊഴിലാളികൾക്കൊപ്പം നിന്ന് ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തിയാണ് മൈക്കൽ ബുരാവു. അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ മൈക്കൽ ബുരാവു. ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടാണ് ബൗണ്ടഡ് കമ്മ്യൂണിറ്റി, അതായത് ഒറ്റപ്പെട്ട സമൂഹങ്ങളായിട്ടാണ് അവർ ഇന്ത്യൻ ഗ്രാമങ്ങളെ കണ്ടത്. ഫീൽഡ് വർക്കിൽ കൂടുതൽ സംഭാവനകൾ നൽകിയ സോഷ്യോളജിസ്റ്റാണ് മലിനോസ്കിയും അതുപോലെ തന്നെ ഇവാൻ പ്രിച്ചാർഡും. ഫീൽഡ് വർക്കിന്റെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ പിതാവായ ബ്രോണിസ്കോ മലിനോസ്കി അദ്ദേഹത്തിന്റെ ദക്ഷിണ പസഫിക് ട്രോബിയൻ ദ്വീപുകളിലെ ഫീൽഡ് വർക്ക് വളരെ പ്രശസ്തമാണ്. മറ്റൊരു ഫീൽഡ് വർക്കിന് ഉദാഹരണമാണ് ബിഹൈൻ മഡ്വാൾസ്, മൺചുവരുകൾക്ക് പിന്നിൽ എന്ന വില്യം വൈസറിന്റെയും ഷാർലറ്റ് വൈസറിന്റെയും പ്രബന്ധം അല്ലെങ്കിൽ സ്റ്റഡി. പ്രശസ്ത ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ എം എൻ ശ്രീനിവാസിന്റെ റിമംബേർഡ് വില്ലേജ് വളരെ പ്രശസ്തമായ ഫീൽഡ് വർക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എസ്.സി. ദുബെയുടെ ഇന്ത്യൻ വില്ലേജ് മറ്റൊരു ഫീൽഡ് വർക്കിന് എക്സാമ്പിളാണ്. കോർണൽ വില്ലേജ് സ്റ്റഡി പ്രോജക്റ്റ് ഇന്ത്യയിൽ നടന്ന മറ്റൊരു ഫീൽഡ് വർക്ക് 1950s ഫീൽഡ് വർക്കാണ്. ലാർജ് സ്കെയിൽ സർവേ ആകുമ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സും റിസർച്ച് അസിസ്റ്റൻസും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. സർവേ ബേസ്ഡ് ഓൺ statistical theories, randomization principles, usually simple random sampling, stratified random sampling and systematic random sampling. സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എറർ ഉണ്ടാകുന്ന എററാണ് മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ. അത് സാമ്പിളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടുണ്ടാകുന്ന എററാണ്. അതേസമയം നോൺ സാമ്പിളിംഗ് എറർ അത് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എറർ അല്ല. ലാസ്റ്റ് ഇന്ത്യയിൽ നടന്ന സെൻസസ് 2011 അതിനുശേഷം ഇപ്പോൾ 2025, 26, 27 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടെ സെൻസസ് ആണ്. കാരണം ചൈനയിൽ ഇന്ത്യയിലെ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സെൻസസ് നടക്കുന്നില്ല. ഇന്ത്യയിൽ സെൻസസ് ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് ആണ്. ഇന്ത്യയിലെ സെൻസസ് അത് കണ്ടക്ട് ചെയ്യുന്ന NSSO ആണ്, ദ സെൻസസ് ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് പഞ്ചാബിലാണ് ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ ഉള്ളത്, അതായത് പെൺകുട്ടികളുടെ എണ്ണം ഏറ്റവും കുറവായിട്ട് കാണുന്നത്. ഈ ഒരു സെക്ഷനിൽ കൂടെ 2026 +1 പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ മുൻവർഷങ്ങളിൽ കൂടെ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനും അവയുടെ ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആദ്യത്തെ പാർട്ടാണ്. അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പാർട്ടും അതുപോലെ തന്നെ റിവിഷൻ്റെ അടുത്ത ലാസ്റ്റ് ഫൈനൽ പാർട്ടും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.